CPM-ന്റെ വിരട്ടലും വിലപേശലും പൊറുതിമുട്ടി ഒരു വിഭാഗം അധ്യാപകർ. വിവിധ ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലും അംഗീകൃത സ്വകാര്യ സ്കൂളുകളിലും ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ഈ ഗതികേട്. താൽക്കാലികമായും BRC-കൾക്കും കീഴിൽ കോൺട്രാക്റ്റിലും ജോലി ചെയ്യുന്ന അധ്യാപകരാണ് പാർട്ടി തിട്ടൂരങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ കൊടിപിടിക്കാൻ പോകണം, ഒപ്പം ദേശാഭിമാനി നിർബന്ധം. ഇതിന് വഴങ്ങിയില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുമെന്ന ഭീഷണിയും. ഇങ്ങനെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം അധ്യാപകർ. സർക്കാർ സ്കൂളുകളിലും അംഗീകൃത സ്വകാര്യ സ്കൂളുകളിലും ജോലി ചെയ്യുന്ന കോൺട്രാക്ട് താൽക്കാലിക വിഭാഗം അധ്യാപകരാണ് ഈ കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. സ്ഥിര നിയമനത്തിലുള്ള അധ്യാപകർ ചെയ്യുന്നതിനെ ഇരട്ടി ജോലി ചെയ്തിട്ടും സർക്കാർ തങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. BRC-ക്ക് കീഴിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും കൃത്യമായി ശമ്പളം പോലും ലഭിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. അവർക്ക് 2-3 മാസങ്ങളായിട്ടുള്ള ഈ സാലറി പെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ 1-2 വർഷങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള അവർക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നില്ല എന്നുള്ള പരാതി അവർ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ പരാതി സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിനെ എല്ലാം അയച്ചിട്ടും അവർക്ക് യാതൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഏറെ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു സത്യം, കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമേ ഈ തരത്തിലുള്ള ജോലി കിട്ടൂ എന്നിരിക്കലും അവരെ വല്ലാതെ മാനസികമായി ശാരീരികമായി മറ്റു തരത്തിലും എല്ലാം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പുതിയ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുക, ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുക, അവരുടേതല്ലാത്ത ഡ്യൂട്ടികൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ വേതനം ലഭിച്ചില്ലെന്നും ചെയ്യുന്ന ജോലിക്ക് ഒരു കുറവുമില്ലെന്നും അധ്യാപകർ പറയുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ ചേർപ്പ് BRC-യിൽ നടന്ന യോഗത്തിനിടെ ഒരു അധ്യാപികയെ ഭീഷണിപ്പെടുത്തുകയും അവർ തളർന്നു വീഴുകയും ചെയ്തിരുന്നു. 20 വർഷമായി ജോലി ചെയ്യുന്ന സെക്കൻഡറി അധ്യാപകർക്ക് 25,000 രൂപയും പ്രൈമറി വിഭാഗം അധ്യാപകർക്ക് 20,000 രൂപയുമാണ് ഇപ്പോഴും വേതനം നൽകുന്നത്. സ്ഥിര നിയമനം നൽകണമെന്നും മറ്റുള്ള അധ്യാപകർക്ക് നൽകുന്നതിന് സമാനമായ ശമ്പളം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ജനം, തൃശൂർ.